കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതു, വളരെ സന്തോഷമായി. ഇന്ന് ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരിയാണ്. കളഭാലങ്കാരം ഉണ്ടായത് ആര്യോദിക്കനാണ്. മൂന്നൂലം വലപ്പൊട്ടക്കുഴി ആര്യോദിക്കനാണ്. എന്തായാലും വളരെ കേമായിട്ട് അങ്ങോട്ട് ചാർത്തിയിട്ടുണ്ട് ആ ഉണ്ണിക്കണ്ണനെ. ഇന്നുള്ളത് മത്സ്യാവതാരമൂർത്തിയാണ്. ആരയ്ക്ക് കിഴപ്പോട്ട് മത്സ്യത്തിൻ്റെ, അതിനുശേഷം ആ 4 തൃക്കൈകളൊക്കെ കൂടിയ മഹാപ്രഭു ആയിട്ടുള്ള 4 വേദങ്ങളും ഒക്കെ എടുത്ത് കൊടുന്ന ആളിങ്ങനെ ആ മത്സ്യാവതാരമൂർത്തിയായിട്ട് ഇങ്ങനെ ശ്രീലകത്ത് വിളങ്ങുകയാണ്. നല്ല രസമാട്ടോ കാണാൻ. കാഴ്ച ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ എല്ലാം മറന്നു പോവും. ഇന്നലെ മിനിഞ്ഞാന്ന് 4 തൃക്കൈകളോട് കൂടിയ നാരായണ രൂപമായിരുന്നു. ഇന്നലെ 4 ശ്രീരാമചന്ദ്രൻ, ഭരത, ശത്രുഘ്ന, ലക്ഷ്മണന്മാരൊക്കെ പാടെ കൂടിയ 4 പേരായിരുന്നു. ഇന്ന് മത്സ്യാവതാരമൂർത്തി, അതും മഹാപ്രഭു ആയിട്ട് തന്നെയാണ്. ആ കാഴ്ച ഇങ്ങനെ കാണാൻ കണ്ണിന് ഒരു നയന സുഖം തന്നെയാണ്. മനസ്സ് നിറയുന്ന പ്രതീതിയാണ് ശ്രീലകത്തേക്ക് നമ്മൾക്കിങ്ങനെ നോക്കുമ്പോൾ. മാറിൽ ആ ഒരു തിലകം ചാർത്തിയിട്ടുണ്ട്, ആ ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്, ഗോപിക്കുറിയൊക്കെ തൊട്ടിട്ടുണ്ട്. നല്ലൊരു നാരായണനായിട്ട് തന്നെയാണ്, നാരായണ സ്വരൂപത്തിൽ മഹാപ്രഭുവിൻ്റെ രൂപത്തിലാണ് അവിടെ ഇങ്ങനെ വിളങ്ങുന്നത്. ആ നെയ്വിളക്കിൻ്റെ പ്രഭയിൽ അതങ്ങനെ കാണുക എന്ന് വെച്ചാൽ ജീവിതം ധന്യമാവുന്ന മുഹൂർത്തമാണ്. അത് കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ ജീവിതം ഏറ്റവും ധന്യതയിലെത്തി എന്നുള്ളതാണ്. ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ കഴിഞ്ഞാൽ, ഗുരുവായൂരപ്പനെ കണ്ടാൽ നമ്മളെ എല്ലാ പാപങ്ങളും, ഈ ജന്മത്തിലെ എല്ലാ പാപങ്ങളും തീർന്നു എന്ന് തന്നെ കരുതാം. എന്തായാലും എല്ലാവരും, എന്നെ കേൾക്കുന്ന ശ്രവിക്കുന്ന എല്ലാവരും ഇപ്പോൾ നമ്മളെ ആ ശ്രീലകത്തേക്ക് നമ്മളിപ്പോൾ നോക്കാൻ പോവുകയാണ് കേട്ടോ. എല്ലാവരും ആ പടി കടന്നിട്ട് അങ്ങോട്ട് എത്തിയിട്ട് ആ മണിമണ്ഡപത്തിൻ്റെ അതിനെ അങ്ങോട്ട് പോയി സോപാനപ്പടിയിലെത്തി. ഇനി സോപാനപ്പടിയിൽ നിന്ന് ആ നെയ്വിളക്കിൻ്റെ പ്രഭ കാണുന്ന അതിലൂടെ നമ്മൾ ആ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ മത്സ്യാവതാരമൂർത്തിയായിട്ട് അങ്ങനെ നിൽക്കുന്ന ആ ഗുരുവായൂരപ്പനെ അങ്ങനെ കാണുകയാണ് നമ്മൾ. അപ്പോൾ എല്ലാവരും അതങ്ങനെ സങ്കല്പിക്കുക. അങ്ങനെ സങ്കല്പിക്കുമ്പോൾ നമ്മളെ മനസ്സ് അവിടെ എത്തും. ശരീരം എത്തില്ല, എന്നാലും മനസ്സെത്തിയാൽ തന്നെ നമ്മൾ ഗുരുവായൂരപ്പനെ ദർശിച്ച ആ ഒരു ആ പുണ്യം നമ്മൾക്കും കൂടി കിട്ടാനുള്ള അത് ഗുരുവായൂരപ്പൻ തരും. കാരണം നമ്മളിപ്പോൾ ആ ഉച്ചപൂജ തൊഴുതിട്ട് വന്ന് എല്ലാവരും ഇപ്പോൾ അത് കാത്തിക്കുകയാണല്ലോ, എന്താണ് ഇന്നത്തെ കളഭാലങ്കാരം എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതറിയുമ്പോൾ നമ്മൾ ആ ഗുരുവായൂരപ്പൻ നമ്മളെ, ഞാൻ പറയണു, എനിക്ക് അതൊരു നിമിത്തമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അത് ശ്രവിക്കുക, അനുഗ്രഹം കിട്ടട്ടെ. എല്ലാവരും ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക. ഗുരുവായൂരപ്പൻ നിങ്ങളെ ഓരോരുത്തരുടെയും മുന്നിൽ, കാരണം കൃഷ്ണൻ 16,008 ആളുകളുടെ അടുത്തും ഒരേ സമയം എത്തി എന്ന് പറഞ്ഞ പോലെ ഗുരുവായൂരപ്പൻ ലക്ഷോപലക്ഷം ആളുകളുടെ അടുത്തും ഒരേ സമയം, നമ്മൾ ഈ കേൾക്കുന്ന അതേ സമയത്തിലെത്തി എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവുക എല്ലാവർക്കും. അപ്പോൾ അത് കാര്യമായിട്ട് നമ്മളെ മനസ്സിലേക്ക് എത്തും. നമ്മൾ പറയുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമായാലും അത് ഗുരുവായൂരപ്പൻ സാധിച്ചു തരും. ഹരേ കൃഷ്ണ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ.